അനാദിയിലെ പിതാവിനോടൊത്തായിരുന്ന സമസ്തവും സൃഷ്ടിച്ച ദൈവം തന്നെയായ വചനം, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:1-3 വരെയുള്ള വാക്യങ്ങളും 14 വാക്യവും. യേശുവിൻ്റെ ജനന സമയത്ത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് ദൈവദൂതൻ ആട്ടിടയന്മാരെ അറിയിച്ചത്. ലൂക്കാ 2:10. സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്നാണ് ശിമയോൻ ഈ ദിവ്യ ശിശുവിനെ കൈകളിലെടുത്തുകൊണ്ട് പറഞ്ഞത്. ലൂക്കാ 2:31. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള സനാതന സുവിശേഷമെന്നാണ് യേശു ക്രിസ്തുവിനെ വെളിപ്പാട് പുസ്തകം 14:6 അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു ആകുന്ന സനാതന സുവിശേഷത്തെ, നിത്യവചനത്തെ നാം സകലരോടും പ്രഘോഷിക്കണ്ടേ? സകലരും ഈ രക്ഷ സ്വീകരിച്ച് അനുഭവിക്കണ്ടേ? ഈ തിരുവചന ഭാഗങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾക്ക് കാതോർക്കാം. ദൈവാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ദൈവത്തോട് നമുക്ക് പ്രത്യുത്തരം നൽകാം. സർവശക്തൻ നാം ഏവരെയും അനുഗ്രഹിച്ചാശീർവദിക്കട്ടെ.